പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തി. ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, യഹോവ നിസിയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അതെ റോമാലേഖനത്തിൽ പറയുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് പ്രഭാതത്തിൽ കരമുയർത്തി പറ, യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക് അനുകൂലമാകിയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് കൊണ്ട് ഒന്നും നമുക്ക് പ്രതികൂലമാകത്തില്ല. അതെ, നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കും. സകലയിടത്തും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. 57-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം ഭാഗത്ത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ. അതെ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. അമേൻ അമേൻ. നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ആ കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് 8-ാമത്തെ വാക്യം പറയും, എൻ മനമേ ഉണരുക, വീണയും കിന്നരുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അധികാലത്ത് ഉണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിന് കീർത്തനം ചെയ്യും. കർത്താവിൻ്റെ ദയ ആകാശത്തോളവും കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലേ. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ആ കാര്യം ഒന്നുകൂടെ ഉയർത്തി പറഞ്ഞ്, കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. വൺ മോർ ടൈം, ഒരിക്കലൂടെ കൈകൾ ഉയർത്തി പറ, കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ മേൽ ഇപ്പോൾ അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾ ഹീലിംഗ്, മിറക്കിൾ ഹീലിംഗ് യേശുവിൻ്റെ നാമത്തിൽ ആ കാലുകളിൽ സംഭവിക്കട്ടെ. ആ വെയിനുകൾ നിവരട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന കോംപ്ലിക്കേഷനുകൾ, ഇൻഫെക്ഷനുകൾ, ബ്ലീഡിങ്ങുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവിക ജ്ഞാനത്താൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നിറയ്ക്കണമേ. പ്രാക്ടിക്കൽ വിസ്ഡം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാക്ടിക്കൽ വിസ്ഡത്തെ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളിലേക്ക് റിലീസാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചെല്ലുന്നിടത്ത് ചെയ്യുന്നിടത്ത് അവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ദൈവിക ജ്ഞാനം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും ആഗ്രഹവും കൊടുക്കണം. തെറ്റായ കൂട്ടുകെട്ടുകളിലെങ്ങും കുഞ്ഞുങ്ങൾ പെട്ടുപോകാതെ കർത്താവ് സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ആമേൻ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, ദേശങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ആമേൻ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലായിടത്തും കർത്താവിൻ്റെ സ്വസ്ഥത കാണുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് സമാധാനമില്ലാതിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ജോലിക്ക് പോകാനൊരു മനസ്സില്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാരണം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ ഓർക്കുമ്പോൾ അങ്ങ് മനസ്സിന് വിഷമം തോന്നുക. അങ്ങനെയുള്ളവരെ ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ അറ്റ്മോസ്ഫിയർ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ആ നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ, ജോലി സ്ഥലത്തുള്ള നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ യേശുവിൻ്റെ നാമത്തിൽ മാറി സ്വസ്ഥമായി ജോലിക്ക് പോകാൻ കർത്താവ് ഇടവരുത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കുന്നതിന് നന്ദി. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അസാധാരണ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ കർത്താവിനോട് പറയണം. കർത്താവ് അതിനുള്ള സമയം എനിക്ക് തരണം, സാഹചര്യം എനിക്ക് തരണം. കാരണം നമ്മുടെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് 1 മണിക്കൂറിന് ശേഷം പ്രസംഗം, അങ്ങനൊരു മീറ്റിംഗ് അല്ല. ആരംഭം തൊട്ടേ കർത്താവ് നമ്മളോട് വിവിധ രീതികളിൽ ഇടപെടും. അതുകൊണ്ട് നിങ്ങൾ ആരംഭം മുതൽ പങ്കെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കും ആത്മീകമായ അനുഗ്രഹത്തിനും നല്ലത് ആരംഭം മുതൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, ആരംഭം മുതൽ തന്നെ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരോടും പറയണം, അവരെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയും: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് കംഫോർട്ട് ചെയ്യാനായിട്ട് ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പറയുക, ദൈവം നമുക്ക് സങ്കേതവും, കോരഹൂത്രന്മാരുടെ സങ്കീർത്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം നമുക്ക് സങ്കേതവും, രണ്ടാമത് എന്നാ പറയുന്നത്, ബലവുമാകുന്നു. കരമുയർത്തി പറ, കർത്താവ് എനിക്ക് സങ്കേതമാകുന്നു, കർത്താവ് എനിക്ക് ബലവുമാകുന്നു. എന്നിട്ട് പറയുന്നു, കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണ. എൻ്റെ പ്രശ്നത്തിന് നടുവിൽ, എൻ്റെ പ്രയാസത്തിന് നടുവിൽ, എൻ്റെ വേദനകളുടെ നടുവിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയെന്ന് പറയുന്നത് കർത്താവാണ്. താങ്ക് യു ജീസസ്. എന്നിട്ട് അടുത്ത വാക്യം പറയും, അതുകൊണ്ട് ഈ കർത്താവ് എൻ്റെ സങ്കേതവും ബലവുമാകുന്നത് കൊണ്ട്, കഷ്ടങ്ങളിൽ കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് കർത്താവ് സങ്കേതവും കോട്ടയും ആയിരിക്കുന്ന കർത്താവ് കൂടെയുള്ള ഒരാളുടെ ടെസ്റ്റിമണിയാണ്, തൻ്റെ അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുക, ഭൂമി മാറിപ്പോയാലും, ഇൻ കേസ് ഭൂമി കുലുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിലേക്ക് വീഴുക. അപ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിലേക്ക് വീണാൽ എന്തൊരു ഭയാനകമായിരിക്കും. അതിലെ വെള്ളം എന്ത് ചെയ്യും? വെള്ളം സമുദ്രത്തിൽ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതൊക്കെ വലിയ സുനാമിയായി മാറും. അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ്, ഞാൻ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാം, യേശുവാണ് നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, മോനെ, ലോകാവസാനത്തോളം ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഈ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നാം ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് നിരാശപ്പെടുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നത്? യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കില്ല. ദാവീദ് പറഞ്ഞ വാക്യം അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. അപ്പം നമ്മൾ കുലുങ്ങിപ്പോകുന്നതും നമ്മൾ കലങ്ങിപ്പോകുന്നതും നമ്മുടെ കൂടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയാത്ത കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവാണ് നമ്മുടെ സങ്കേതം, യേശുവാണ് നമ്മുടെ ബലം. കഷ്ടങ്ങളിൽ യേശുവാണ് നമുക്ക് ഏറ്റവും അടുത്ത തുണ എന്ന ഒരു ബോധ്യം ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ ആ വ്യക്തിയെ തകർത്ത് കളയാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഒന്ന് ഓർത്ത് നോക്കി, യേശുവും തൻ്റെ ശിഷ്യന്മാരുമോടുള്ള ജീവിതം. ആ 3.5 വർഷത്തെ ജീവിതത്തിൽ ശിഷ്യന്മാർക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ? അവരുടെ എല്ലാ കാര്യങ്ങളിലും യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കും ആ ഒരു ബോധ്യം വേണം, യേശു നമ്മുടെ കൂടെയുണ്ട്. സങ്കേതമായി, കോട്ടയായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കുഞ്ഞെ യേശു നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മൾ അവനെ കൈവിട്ടാലും യേശു നമ്മളെ കൈവിടത്തില്ല. നമ്മൾ അവനെ മറന്നാലും യേശു നമ്മളെ മറക്കത്തില്ല. അതുകൊണ്ട് ആ യേശുവായുടെ കൂടെ കൈ പിടിച്ച് നടന്നാട്ടെ. ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല, ഒരനർത്ഥവും നിങ്ങളുടെ വീട്ടിൽ
കയറത്തില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുത്ത് വരത്തില്ല. നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായാൽ മതി, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് മറവ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ പറയണം, യേശു എൻ്റെ കൂടെയുണ്ട്, യേശുവായ എൻ്റെ സങ്കേതം, യേശുവായ എൻ്റെ കോട്ട. ഈ പ്രശ്നത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്നത്, എന്നെ ബലപ്പെടുത്തുന്നത് കർത്താവാണെന്ന് നമ്മുടെ ആധരം തുറന്ന് അങ്ങോട്ട് പറഞ്ഞു. യെശയ്യാ 41 പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആമേൻ. നമുക്കറിയാം, യേശു തൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മളോട് പറയുക, യേശു നമ്മളോട് പറയുക, മോനെ നീ ഭയപ്പെടേണ്ട, ഈ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കാണാൻ പറ്റുമോ? ആ കണ്ണുകൾ അടച്ചേ, എന്നിട്ടൊന്ന് കേട്ടേ, എന്നിട്ട് പറ, യേശു എൻ്റെ കൂടെയുണ്ട്. ഈ പ്രശ്നത്തിന് നടുവിൽ യേശു എൻ്റെ കൂടെയുണ്ട്. ഈ പ്രയാസത്തിന് നടുവിൽ യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും അടുത്ത തുണയായി, എൻ്റെ സഹായകനായി, എൻ്റെ സങ്കേതമായി, എൻ്റെ മറവിടമായി, എൻ്റെ രഹസ്യ സ്ഥലമായി യേശു എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത്ഭുതമായി മാറും കേട്ടോ, അതിശയമായി മാറും. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. എന്താണ്? യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം, യേശു എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാകുന്നു. കഷ്ടങ്ങളിൽ യേശു എനിക്ക് ഏറ്റവും അടുത്ത തുണയാകുന്നു. എന്നെ ശക്തനാക്കുന്നത് യേശുവാകുന്നു, എന്നെ സഹായിക്കുന്നത് യേശുവാകുന്നു, എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായമായി നിൽക്കുന്നത് യേശുവാകുന്നു. യേശുവാകുന്നു എൻ്റെ മറവിടം. അതുകൊണ്ട് ഏത് തിരമാലകൾ വന്നാലും എനിക്ക് ആരുണ്ട്? യേശു എൻ്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും യേശു എൻ്റെ കൂടെയുണ്ട്. അതാണ് ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. ആമേൻ. 2 തിമോത്തി 4:17 വാക്യം, ആൻഡ് സ്ട്രെങ്തൻ മീ. കർത്താവ് എൻ്റെ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അനുഭവം അതായിരിക്കും. യേശു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ബലപ്പെടുത്തും. യേശു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ബലപ്പെടുത്തും. യേശു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ബലപ്പെടുത്തും. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളൊരു അത്ഭുതമായി മാറും കേട്ടോ. സീ ജീസസ്. യേശുവിനെ കാണുക, യേശുവിനെ കാണുക. നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ, പ്രയാസത്തിന് നടുവിൽ യേശുവിനെ കാണുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കുലുങ്ങേണ്ട ആവശ്യമില്ല, കലങ്ങിപ്പോകേണ്ട ആവശ്യമില്ല, നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ശബ്ദമുയർത്തി പറ, യേശു എൻ്റെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഇപ്പം മാത്രം പറഞ്ഞാൽ പോരാ, എപ്പോഴും പറയണം, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ സങ്കേതം, യേശു എൻ്റെ കോട്ടയാകുന്നു എന്ന് പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless you. God bless you.